കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 16 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു: വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനാമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറപ്തായിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്നും പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്നും താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തെ, ബൈബിളിനെ മറ്റ് മതഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അതിൻ്റെ ഒരു അനന്യത എന്താണെന്ന് ചോദിച്ചാൽ, പൂർത്തീകരിക്കപ്പെട്ട പ്രവചനങ്ങളടങ്ങുന്ന ഏക പുസ്തകം ബൈബിളാണ്. അതായത് ഇന്നലകളിൽ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുള്ളത്, ഇന്നലകളിൽ ദൈവവചനത്തിലൂടെ സംസാരിച്ചിട്ടുള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ഒറ്റ പുസ്തകമേ ഉള്ളൂ, അത് ബൈബിളാണ്. ഇന്നത്തെ സുവിശേഷം നമ്മൾ കാണുകയാണ്, ഈശോ യെശയ്യാ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥം എടുത്തിട്ട് അത് വായിക്കുകയാണ്. അത് വായിച്ചിട്ട് പറയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് ആ പ്രവാചകൻ പ്രവചന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെക്കുറിച്ചാണ് എന്ന് ഈശോ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പ്രവചനങ്ങളെല്ലാം, പഴയ നിയമകാല പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തുവിലൂടെ, കാൽവരി യാഗത്തിലൂടെ, രക്ഷാകര പ്രവർത്തനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. വേറെ ഒരു മതഗ്രന്ഥത്തിനും ഇത് അവകാശപ്പെടാനില്ല. കാരണം യേശുവിൻ്റെ ജനനത്തിന് 100, 600, 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ എഴുതി വച്ചിരിക്കുന്ന കാര്യം 700 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇനി ആദ്യ വായനയിൽ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടാൻ ഒരൊറ്റ പ്രവചനമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ പ്രവചനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞ പ്രവചനങ്ങളാണ്. ഈശോ ജീവിതകാലത്ത് പറഞ്ഞ പ്രവചനങ്ങളും യേശുവിൻ്റെ ജീവിതത്തിനും ശേഷമൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ തരും, നിത്യസഹായകനെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പെന്തക്കോസ്താ ദിനത്തിൽ യേശു വാഗ്ദാനം ചെയ്തതുപോലെ, ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാൽ അപ്പസ്തോലഗണം നിറയപ്പെടുകയുണ്ടായി.
അങ്ങനെ യേശുവിൻ്റെ ജീവിതകാലത്തും യേശുവിന് മുമ്പ് യേശുവിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള സകല പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരൊറ്റ പ്രവചനം ഒഴികെ. അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ രണ്ടാം വരവാണ്. അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം മാത്രമേ ഇനി പൂർത്തീകരിക്കപ്പെടാനുള്ളൂ. അപ്പോൾ ഇന്നോളം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ എഴുതപ്പെട്ടിരിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ, ക്രിസ്തു പറഞ്ഞതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ ഇനി ഒരൊറ്റ പ്രവചനമേ പൂർത്തീകരിക്കപ്പെടാനുള്ളത് അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ളതാണ്, അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ളതാണ്. അപ്പം അതും പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ആദ്യ വായനയിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുത് എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണമെന്ന്. ദൈവവചനത്തിൽ പ്രത്യാശയുള്ളവർ. എന്താണ് ദൈവവചനത്തിന് പ്രത്യാശ? മരിച്ചവരെ കുറിച്ച് യേശു ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ളവൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് പ്രത്യാശ. ക്രിസ്തുവിൽ ജീവിച്ചിട്ടുള്ളവൻ, ക്രിസ്തുവിൽ ഒരുവന്റെ ജീവിതം സമർപ്പിച്ചിട്ടുള്ളവൻ, ഒരുവന്റെ മരണത്തിൽ, അവന്റെ മരണാനന്തര ജീവിതത്തിൽ അവൻ ക്രിസ്തുവിനോടൊപ്പം ഉത്ഥാനം ചെയ്യും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയുടെ സത്ത എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനി എന്തിൽ വിശ്വസിക്കുന്നു, എന്തിൽ പ്രത്യാശിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രത്യാശയുടെ അന്തസത്ത എന്ന് പറയുന്നത് ഒറ്റ വാക്യം പറഞ്ഞാൽ, യേശു മരിച്ച് ഉത്ഥാനം ചെയ്ത് എവിടെയായിരിക്കുന്നുവോ അവിടെ ഒരിക്കൽ ഞാനും മരിച്ച് ഉത്ഥാനം ചെയ്ത് അവൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. ഈ പ്രത്യാശ ഉള്ളപ്പോൾ അതിന് അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ഈ പ്രത്യാശ നമ്മളിലുണ്ടോ? റോമ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഉണ്ടോ? ഈ പ്രത്യാശയില്ലാത്തവരാണ് ഈ ഭൂമിയിൽ നിരാശപ്പെടുന്നത്. നിത്യജീവനെക്കുറിച്ചും വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ദൈവം തൻ്റെ വചനത്തിലൂടെ, ഈശോ തൻ്റെ ജീവിതത്തിലൂടെയും പ്രഘോഷത്തിലൂടെയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന തൻ്റെ ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച് തന്ന നിത്യജീവനെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ വിലപിക്കുന്നവരായിട്ട് മാറും. അപ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ നമുക്കുണ്ട്. യോഹന്നാൻ ശ്ലീഹ 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ പ്രത്യാശയുള്ളവൻ, വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയുള്ളവൻ, ഒരിക്കൽ അവൻ ആയിരിക്കുന്നത് പോലെ ഞാൻ അവനെ കണ്ടുമുട്ടുമെന്ന് പ്രത്യാശയുള്ളവൻ, അവൻ പൂർണ്ണനായിരിക്കുന്നത് പോലെ, അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ പരിശുദ്ധനാക്കുന്നു. ഈ ഭൂമിയിൽ ഒരുവൻ തന്നെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഏക കാരണം പരിശുദ്ധനായവനെ ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടും എന്നുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഒരുവൻ ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അനേകം വിശുദ്ധാത്മാക്കൾ ഈ ഭൂമിയിൽ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും, ദൈവത്തെ തള്ളിപ്പറയാനുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും, തകർന്നും തളർന്നും ഒറ്റപ്പെട്ടും വേദനിച്ചും രോഗാതുരമായ ജീവിതത്തിൻ്റെ ഒക്കെ നടുവിലും വിശുദ്ധ ജീവിതം നയിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രത്യാശ, മരണാനന്തര ജീവിതത്തിലുള്ള പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. ഈ പ്രത്യാശ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അതുകൊണ്ടാണല്ലോ പൗലോസിലെ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുക, വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന്. അപ്പം ആ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയോട് ജീവിക്കുമ്പോഴാണ് ഈ ലോക ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ, വേദനകളുടെ, ഞെരുക്കങ്ങളുടെ, സങ്കീർണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെയൊക്കെ നടുവിലും നമുക്ക് കരുത്തെടുത്ത്, ധൈര്യമെടുത്ത് മുന്നോട്ട് പോകാൻ പ്രത്യാശയുടെ ജീവിതം നയിക്കണം. നമ്മളെല്ലാവരും മരിക്കുമെന്ന് ഉറപ്പാണ്, അതിനകത്ത് ഒരു സംശയമില്ല. മരണാനന്തര ജീവിതം അത് ഈശോ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. മരിച്ച് ഉത്ഥാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ദൈവ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാനാണ് ഇന്നത്തെ ആദ്യ വായനയിൽ പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ പൗലോസ്ലീഹ പറയാൻ ഉദ്ദേശിക്കുന്ന യേശു പറഞ്ഞിട്ടുള്ള ഈ പ്രവചനവും പൂർത്തീകരിക്കപ്പെടും. നാം അവനെ കണ്ടുമുട്ടുന്ന ദിവസമുണ്ട്. അവൻ്റെ പ്രത്യാഗമന വേളയിൽ നാം അവനോടൊപ്പമായിരിക്കുന്ന സമയമുണ്ട് എന്ന് പൗലോസ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവ് തൻ്റെ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നിടത്താണ് ഒരു ദൈവ പൈതലിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറഞ്ഞ് ദൈവിക പുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജീവിതം ക്രമീകരിക്കാനും അങ്ങനെ നിത്യജീവന്റെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ ഒരാത്മാവിന് സാധ്യമാകുക. ആ സാധ്യത നമ്മുടെ മുമ്പിൽ സ്വർഗം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ സാധ്യത സ്വന്തമാക്കി ജീവിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ.
ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.